Hi friends, welcome to Ammu's World. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പതിവ് വീഡിയോ ആയിട്ടല്ല, ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ആയിട്ടാണ്. വാട്ട്സ് ഇൻ മൈ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ എൻ്റെ ഫോണെന്ന് പറയുന്നത് ഇതാണ് Xiaomi Mi A2 ആണ് എൻ്റെ ഫോണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് പുതിയ ഫോണൊന്നുമല്ല, ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 1.5 വർഷമായിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഫോണാണ്. അപ്പോൾ ഫോണിനെ പറ്റി പറയുമ്പോൾ എന്തായാലും എല്ലാവരും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫോൺ കവറെന്ന് പറയുന്നത് എവിടെ നിന്നാണെന്നുള്ളത്. ഇപ്പോൾ ഫോൺ നമ്മളിപ്പോൾ എവിടെ നിന്നെങ്കിലും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഞാൻ ബാഗിൽ നിന്നൊക്കെ പുറത്തെടുത്തൊരു വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം പരിചയമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ആദ്യം നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് എൻ്റെ ഈ ഫോൺ കവർ. കാരണം ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ഫോൺ കവറാണ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് തന്നെ ചെയ്യിപ്പിച്ചതാണ്. നിങ്ങൾക്കും ഇതുപോലെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫോൺ കവർ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ഗിഫ്റ്റ് ഐഡിയ ആണെന്നും കൂടി എനിക്ക് തോന്നുന്നു. കാരണം ഫോണെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഫാമിലിയുടെ അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഫോട്ടോ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഇപ്പോൾ നമ്മളൊരു ജ്വല്ലറിയാണ് ഇപ്പോൾ നമ്മൾ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ജ്വല്ലറിയൊക്കെ ഗിഫ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ലോക്കറിൽ വെക്കാനോ അല്ല അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. പക്ഷേ ഈ ഫോണെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഫുൾ ടൈം ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നല്ലൊരു ഗിഫ്റ്റ് ഐഡിയ ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ ആളുടെ ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമുക്ക് ഫോണിൻ്റെ വാട്ട്സ് ഇൻ മൈ ഫോണിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെയും ചിക്കുൻ്റെയും കൂടെ ഉള്ളൊരു ഫോട്ടോയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോയാണ്. അപ്പോൾ അതാണ് ഞാൻ ലോക്ക് സ്ക്രീനായിട്ട് ആക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ആപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഹോം സ്ക്രീനിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന 2 ആപ്സാണ് ഇട്ടേക്കുന്നത്. അതെന്ന് പറയുന്നത് വാട്സപ്പും ഫേസ്ബുക്കുമാണ്. എല്ലാവരെയും പോലെ തന്നെ അത് രണ്ടാണ് ഇപ്പം ഏറ്റവും യൂസ് ചെയ്യുന്ന ആപ്സ്. അതുകൊണ്ട് അത് രണ്ടും ജസ്റ്റ് ഹോം സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ആപ്സ് എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാനിത് സോർട്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിലാണ് സോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ A to Z ആയിട്ടുള്ള എല്ലാ ആപ്സും അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കാണുന്ന ആപ്പ് എന്ന് പറയുന്നത് ആഡ്സെൻസ് ആണ്. അത് നമ്മുടെ യൂട്യൂബിൻ്റെ ആഡ്സെൻസ് ചാനലിൻ്റെ ഏർണിങ്സും അതിൻ്റെ ഓരോ റേറ്റിങ്ങും എല്ലാ കാര്യങ്ങളും ഫുൾ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന യൂട്യൂബിൻ്റെ ഒരു ആപ്പാണ് ആഡ്സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് ആമസോണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ആപ്പാണ്. നമ്മൾ ഷോപ്പിങ്ങിനും ഒക്കെ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു ആപ്പ് തന്നെയാണ്. മിക്കവാറും ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ആമസോണിൽ നിന്നാണ്. ആമസോണും പർപ്പിളുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന 2 ഷോപ്പിംഗ് ആപ്പുകൾ. പിന്നെ നെക്സ്റ്റ് ആപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത് എനി ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. ഈ എനി ബുക്സ് എന്ന് പറയുന്ന ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റീഡിങ് ആപ്പാണ്. ഇത് ഞാൻ വളരെ റീസെൻ്റായിട്ട് എൻ്റെ സിസ്റ്റർ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളൊരു ആപ്പാണ്. ഇതെന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. നമുക്ക് ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്പാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറേ ആൾക്കാരൊക്കെ. എന്നാലും ആർക്കെങ്കിലും എന്നെ പോലെ അറിയാത്തുണ്ടെങ്കിൽ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഭയങ്കര ഈസി ആയിട്ട് ബുക്സ് റീഡ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് സാധാരണ ഈ ഫോണിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിലൊക്കെ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഹാർഡ് കോപ്പി വെച്ചിട്ട് കയ്യിൽ ബുക്ക് എടുത്ത് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ PDF ഒക്കെ ആയാലും ഇങ്ങനെ സൂം ചെയ്തൊക്കെ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പോൾ ഇതുപോലത്തെ ഒരു ആപ്പ്, ഈ ആപ്പിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫുള്ളായിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഷ്ടപ്പെടേണ്ട. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പേജ് ഇങ്ങനെ മറയ്ക്കാനും ഒക്കെ നല്ല ഈസിയാണ് ആപ്പ്. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ആയിരിക്കുമ്പോൾ UAE-യിലായിരിക്കുമ്പോൾ നാട്ടിൽ വിളിക്കുന്ന ആപ്പാണ് ബോട്ടിം. പിന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുറേ ആപ്സൊക്കെ ഉണ്ട്. കാൽക്കുലേറ്റർ, കലണ്ടർ, ക്യാമറ, അതൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആപ്സ്. പിന്നെ ക്യാം സ്കാനർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. സ്കാൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പാണ്. നമുക്ക് ഏത് ഡോക്യുമെൻറ്റ് വേണമെങ്കിലും അത്യാവശ്യമായിട്ടൊരു സ്കാനർ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഓൺ ദ ഗോയിൽ നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും സ്കാൻ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ PDF ആയിട്ടായാലും ഇമേജ് ആയിട്ടായാലും ഒക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നല്ലൊരു ആപ്പാണ് ക്യാം സ്കാനർ. അത് നല്ല ക്ലാരിറ്റിയിൽ നല്ല ഒരു സ്കാനർ എഫക്റ്റിൽ തന്നെ നമുക്ക് സ്കാൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ക്യാഷ് കറോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഞാനിത് യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ടുള്ളൊരു ആപ്പാണ്.
ഞാൻ പിന്നെ അങ്ങനെ ഒത്തിരി പർച്ചേസ് ചെയ്യാത്ത ആളായതുകൊണ്ട് എനിക്കങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല ക്യാഷ് കർവെന്ന്. കാരണം പക്ഷേ ഒത്തിരി നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ആപ്പ് വഴിയിട്ട് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ബാക്കും അതുപോലെ റിവാർഡ്സും ഒക്കെ കിട്ടും. ഞാനങ്ങനെ ഒത്തിരി ഇപ്പം അധികം കുറേ റീസെൻ്റായിട്ട് അങ്ങനെ അധികം പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എനിക്ക് വലിയ ബെനിഫിഷ്യലായിട്ട് ഇത് തോന്നിയിട്ടില്ല. പിന്നെയുള്ള ആപ്സ് എന്ന് പറയുന്നത് ക്രോം, ക്ലോക്ക്, ഇത് നമ്മുടെ മീൻസ് ഓൾറെഡി സിസ്റ്റം ഇൻസ്റ്റാൾഡ് ആപ്സാണ്. പിന്നെ ഡുബിസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട്. അതെന്ന് പറയുന്നത് യു എയിലൊരു ഒരു സെക്കൻഡ് ഹാൻഡ് സെല്ലിങ് ആപ്പായിട്ട് ഉള്ളൊരു ആപ്പാണ്. അത് നമുക്ക് ഇപ്പം പ്രോപ്പർട്ടി എന്തെങ്കിലും റെൻറ്റിനൊക്കെ നോക്കാൻ, നമ്മൾ റൂമൊക്കെ റെൻറ്റിന് നോക്കാനും അതുപോലെ എന്തെങ്കിലും നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള സാധനം, യൂസ്ഡ് ഗുഡ്സൊക്കെ നമുക്ക് സെല്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഡുബിസിൽ എന്ന് പറയുന്നത്. യു എയിലുള്ള ആപ്പാണ്. അപ്പോൾ അവിടെ ഞാൻ ഒത്തിരി യൂസ് ചെയ്യുന്നൊരു ആപ്പാണത്. ഞങ്ങൾ ഈയിടെ കുറച്ച് ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ കുറേ സാധനങ്ങൾ ഡുബിസിൽ വഴിയിട്ട് നമ്മൾ സെല്ല് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്കും എന്തെങ്കിലും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിലും പുതിയ തന്നെ വേണമെന്നില്ല, നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങൾ അതും നല്ല റേറ്റിലൊക്കെ നമുക്ക് കിട്ടാനായിട്ടൊക്കെ ഉള്ള നല്ലൊരു ആപ്പാണത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഉണ്ട്, ഗാലറി ഉണ്ട്. പിന്നെ ഈ ഗെയിമെന്ന് പറയുന്നത് പിന്നെ ഈ കാണുന്ന ഗെയിമെന്ന് പറയുന്നത് ഗാർഡൻ സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ്. എനിക്ക് എൻ്റെ ഫോണിൽ ആകെ ഒറ്റൊരു ഗെയിമേ ഉള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ അത്ര വലിയ ഗെയിം അഡിക്റ്റ് ഒന്നുമല്ല. പക്ഷേ ഈ ഗെയിം എനിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചപ്പോൾ തൊട്ട് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിക്കുന്നതാണ്. എപ്പോഴും എല്ലാ ദിവസവും അങ്ങനെയൊന്നും കളിക്കാറില്ല. പിന്നെ അങ്ങനെ സമയം കിട്ടാറില്ല, അതാണ് സത്യം. പിന്നെ അത്രയ്ക്ക് ബോറൊക്കെ അടിച്ചിരിക്കുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് കുറേ നല്ല അഡിക്റ്റായിരുന്നു അതിന്. പിന്നെ ഇപ്പം അങ്ങനെ കളിക്കാറൊന്നുമില്ല. പക്ഷേ എന്നാലും നല്ലൊരു ഗെയിമാണ്. ഞാൻ കുറേ കളിക്കുന്നൊരു ഗെയിമാണിത്, ഗാർഡൻ സെൻസ് എന്ന് പറയുന്നത്. പിന്നുള്ളൊരു ആപ്പ് എന്ന് പറയുന്നത് ഗോബിബോ എന്ന് പറയുന്ന ആപ്പാണ്. ഈ ഗോബിബോ എന്ന് പറയുന്ന ആപ്പ് ഞാൻ അന്ന് ഞങ്ങൾ മൂന്നാർ പോയപ്പോഴത്തെ വ്ളോഗൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു. ഞാൻ ഗോബിഗോ എന്ന് പറയുന്ന ഈ ആപ്പ് വഴിയിട്ടാണ് നമ്മളവിടെ റിസോർട്ട് ബുക്ക് ചെയ്തതും സ്റ്റേ ചെയ്തതും ഒക്കെ. നല്ലൊരു ആപ്പാണ്. കുറേ എനിക്കൊന്ന് നല്ല ഡിസ്കൗണ്ട്സ് ഒക്കെ നമുക്ക് കിട്ടുന്ന, ഇതുപോലെ ഹോട്ടൽ ബുക്കിങ്സ് ആയാലും ബസ്, കാർ, ഫ്ലൈറ്റ്, അങ്ങനത്തെ എല്ലാ ബുക്കിങ്സും ഇതിലുണ്ട്. ഞാൻ യൂഷ്വലി അന്ന് റിസോർട്ട് ബുക്ക് ചെയ്തത് ഈ ആപ്പിൽ കൂടിയായിരുന്നു. എനിക്കൊന്ന് ബാക്കിയുള്ള ആപ്സിലെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല ഡിസ്കൗണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്പിൽ കയറിയിട്ട് ഹോട്ടൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. റേറ്റ് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മളല്ലാണ്ട് ബുക്ക് ചെയ്യുന്നതുമായിട്ട്. പിന്നെ ഹാങ് ഔട്ട്സ് ഉണ്ട്. iMobile എന്ന് പറയുന്നത് ICICI ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആപ്പാണ്. അപ്പോൾ ഞാനത് ബാങ്കിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പാണ്. പിന്നെ ഇൻഡീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പുണ്ട്. അതെന്ന് പറയുന്നത് ഒരു ജോബ് സെർച്ച് ആപ്പാണ് UAEയുടെ. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ജോബൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആപ്പാണത്. ഇപ്പം ഞാനിങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നമ്മുടെ നോട്ട്സ് ഉണ്ട്. പിന്നെ കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്പിലാണ് ഞാൻ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാറ്. യൂട്യൂബിൻ്റെ വീഡിയോസ് എല്ലാം ഞാനിപ്പോൾ കൂടുതലും ഞാൻ സിസ്റ്റം യൂസ് ചെയ്യാറേ ഇല്ല. ഞാൻ ഫോണിലാണ് എല്ലാ വീഡിയോസും ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈൻ മാസ്റ്ററിൻ്റെ വാട്ടർമാർക്ക് ഉണ്ട്. അത് നമ്മൾ പേ ചെയ്യുകയാണെന്ന്, ഒരു മന്ത്ലി പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഞാൻ പെയ്ഡ് വെർഷൻ എടുത്തിട്ടില്ല, ഞാൻ അല്ലാതുള്ള വെർഷൻ തന്നെ. പിന്നെ ലേ ഔട്ട് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അത് ജസ്റ്റ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട്, എന്താണെന്ന് പറയാം, കൊളാജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആപ്പാണ്. പിന്നെ ആപ്പ് എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ഉണ്ട്. ലിങ്ക്ഡിനും അതുപോലെ ഒരു ജോബ് സെർച്ചിങ് ആപ്പാണ്. പിന്നെ ഈ മലയാളം എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്, മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ആപ്പാണ്. നല്ല ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈസി ആയിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. നമ്മൾ ജസ്റ്റ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അത് ഡയറക്റ്റ് കൺവേർട്ട് ആവും മലയാളത്തിലേക്ക്. പിന്നെ മീഷോ എന്ന് പറയുന്ന ആപ്പുണ്ട്. ഞാൻ ഒരു പർച്ചേസ് മാത്രമേ എന്തോ ചെയ്തിട്ടുള്ളൂ മീഷോയിൽ നിന്ന്. പക്ഷേ നമ്മൾ റീസെല്ലൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൽ നല്ലതാണ്. പക്ഷേ ഞാൻ റീസെല്ലൊന്നും ചെയ്തിട്ടില്ല, ഞാൻ തന്നെ വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കുറഞ്ഞ റേറ്റ്സിലൊക്കെ സാധനങ്ങൾ കാണാറുണ്ട്. ഞാനാകെ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് എന്തോ ആണ് ഞാൻ അതിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. വേറൊന്നും ഞാനങ്ങനെ പർച്ചേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെസ്സഞ്ചർ, ഈ മൈ ട്രാക്കർ എന്ന് പറയുന്നത് ഒരു പീരിയഡ് ട്രാക്കർ ആപ്പാണ്. ഇത് നമ്മുടെ മന്ത്ലി പീരീഡ്സ് ട്രാക്ക് ചെയ്യാനും അതുപോലെ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാനും ഒക്കെ നല്ലൊരു ആപ്പാണ്. ഞാൻ യൂഷ്വലി അങ്ങനെ ഓർത്ത് വെക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഫീഡ് ചെയ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ആപ്പാണ്. നമുക്ക് ട്രാക്ക് ചെയ്യാനും അതുപോലെ
ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡേറ്റ മിസ്സായി പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് ബാക്കപ്പ് വഴി ഫുള്ളായിട്ട് എടുക്കാനും പറ്റും. അതുപോലെ നമുക്ക് ആ പ്രെഡിക്റ്റഡ് ഡേറ്റ്സും ഓവുലേഷൻ്റെ ഡേറ്റ്സും അതുപോലെ പീരീഡ്സിൻ്റെ ഡേറ്റ്സും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ആപ്പാണ് മൈ ട്രാക്കർ എന്ന് പറയുന്ന ആപ്പ്. നല്ലൊരു പോളിഷ് എന്ന് പറയുന്ന ഈ ആപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്പാണ്. ഫോട്ടോ ആയിട്ടും കോളേജായിട്ടും ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഞാൻ യൂട്യൂബിൻ്റെ തംബ്നെയിലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഈ ആപ്പിലൂടെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുന്ന ഒരു ആപ്പാണ് ഈ പോളിഷ് എന്ന് പറയുന്നത്. പിന്നെ ഈ പോപ്പ് ഷോട്ട് എന്ന് പറയുന്ന ആപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം സ്പേസൊക്കെ ഒത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ, ഒത്തിരി കുറവെന്നല്ല, നമുക്ക് എല്ലാ ആപ്സും കൂടി ഡയറക്റ്റായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഈ പോപ്പ് ഷോട്ട് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിൽ തന്നെ ഒരു ആപ്സ് നമുക്ക് വേണ്ടുന്ന കുറേ ആപ്സിൻ്റേതും ഒരു വേർഷൻ അതിലുണ്ട്. നമുക്ക് ഈ ഒരൊറ്റ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബാക്കി എല്ലാ സൈറ്റുകളും അല്ലെങ്കിൽ ആപ്പുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. അതായത് കണ്ടോ, ഇപ്പോൾ ഷോപ്പിംഗ് ആപ്സ്, അതുപോലെ ഓരോ പല പല സെക്ഷൻസ് ഉണ്ട് ഇതിൽ. നമ്മുടെ ഈ വെബ് ആപ്സ് ആയിട്ടാണ് നമുക്ക് ഈ ആപ്സ് വന്നിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ ഓരോ ആപ്പുകളും യൂസ് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് മെമ്മറി ഓരോ ആപ്പിനായിട്ട് നമുക്ക് കൊടുക്കേണ്ട കാര്യം. പിന്നെ പർപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഷോപ്പിംഗ് സൈറ്റാണ്. മേക്കപ്പും അതുപോലെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എല്ലാം നല്ല ഡിസ്കൗണ്ടിൽ നല്ല ഓഫേഴ്സൊക്കെ വരാറുള്ള ഒരു ആപ്പാണ്. പിന്നെ ടെലിഗ്രാം ഉണ്ട്. അത് ഞാനൊരു തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസം കണ്ടായിട്ടുള്ളൂ. ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്, പുതിയ മൂവീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടിക്ടോക്ക് ഉണ്ട്. ടിക്ടോക്കിൽ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ആപ്പാണ്. പിന്നെ ടോക്ക് എന്ന് പറയുന്ന ഈ ആപ്പ് എന്ന് പറയുന്നത് നമ്മൾ UAE നാട്ടിൽ വിളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്കി എല്ലാ കോളിംഗ് ആപ്സും മിക്കവാറും UAE ബാൻഡാണ്. അതായത് നമുക്ക് വാട്സപ്പ് കോൾ പറ്റില്ല. അതുപോലെ തന്നെ ബോട്ട് ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിലും പെയ്ഡാണ്, നമുക്ക് പേ ചെയ്യാണ്ട് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ടോക്ക് എന്ന് പറയുന്ന ആപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആണ്, പെയ്ഡ് അല്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ വിളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണത്. പിന്നെ ഒരു വോയിസ് റെക്കോർഡർ ഉണ്ട്, ജസ്റ്റ് വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ്. ഇനി WPS ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വ്യൂ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന വേർഡ് ഫയൽസ് ആയാലും PDF ആയാലും എല്ലാം വ്യൂ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ആപ്പാണ് WPS ഓഫീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ റെക്കോർഡിങ് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതാണ് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്ക്രീൻ റെക്കോർഡർ ആപ്പാണ് ഈ റെക്കോർഡർ എന്ന് പറയുന്നത്. അതുവഴിയാണ് ഞാൻ ഈ സ്ക്രീന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ യോനോ SBI എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്ന SBIയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആപ്പാണ്. അപ്പോൾ നമുക്ക് SBI അക്കൗണ്ട് ഉണ്ട്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുവഴിയായിട്ട് ഈസി ആയിട്ട് ബാങ്കിങ് ഫങ്ഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ SBIയുടെ അക്കൗണ്ട് ഉള്ളവരൊക്കെ ഈ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം. പിന്നെ യൂട്യൂബ് ഉണ്ട്, യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോ വഴിയാണ് ഞാൻ യൂട്യൂബിൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഫങ്ഷൻസും നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ വഴി ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റിലത്തെ ആപ്പ് എന്ന് പറയുന്നത് സൂമിൻ ആപ്പാണ്. ഈ സൂമിൻ എന്ന് പറയുന്ന ആപ്പ് ഞാൻ ഇതുവരെ അതെപ്പോഴും ഞാൻ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും ഇതുവഴി ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പാണ്. പക്ഷേ ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതൊരു നല്ല ആപ്പാണ് കേട്ടോ. ഞാൻ ഒത്തിരി പേരുടെ ഫീഡ്ബാക്കൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഭയങ്കര ഡിജിറ്റലാണ്. നമ്മളിപ്പോൾ ഇഷ്ടം പോലെ ഫോട്ടോസ് ഫോണിലും അതുപോലെ ക്യാമറയിലും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. അതെല്ലാം ഒന്നുകിൽ നമ്മുടെ സിസ്റ്റത്തിലായിരിക്കും അല്ലെങ്കിൽ ഫോണിലായിരിക്കും. പിന്നെ നമ്മൾ ഫോണൊന്ന് മാറും, അല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് വെക്കും. ഈ ഫോട്ടോസൊക്കെ കുറേ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പഴയ കാലത്തെ പോലെ നമ്മൾ ഫോട്ടോസ് അങ്ങനെ പ്രിൻ്റ് എടുത്തും ആൽബം ആക്കിയിട്ടൊന്നും അങ്ങനെ സൂക്ഷിക്കാറില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് ഈ ഫോട്ടോസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ടും ആൽബം ആയിട്ടൊക്കെ നമുക്ക് എടുക്കാനായിട്ടുള്ള നല്ലൊരു ആപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. Z വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത്രയാണ് എൻ്റെ ഫോണിലുള്ള ആപ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ മിക്കവാറും എനിക്കൊന്ന് എല്ലാവർക്കും അറിയാവുന്ന ആപ്സൊക്കെ തന്നെ ആയിരിക്കും. ഇൻ കേസ് ആർക്കെങ്കിലും അറിയാത്ത എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. നമ്മുടെ ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശങ്ങളും എല്ലാം അതുപോലെ തന്നെ ഫോളോ ചെയ്ത് സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.